ഇന്ന് നമുക്കൊരു നെയ്പ്പായസം ഉണ്ടാക്കിയാലോ? നെയ്പ്പായസം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സ്വാദം ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ തുടക്കക്കാർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ്. കാരണം തേങ്ങാപ്പാലൊന്നും ഒഴിക്കണ്ടല്ലോ. തേങ്ങാപ്പാലൊന്നും ഒഴിച്ചില്ലെങ്കിൽ പോലും ഇതിൻ്റെ സ്വാദൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. നല്ല നെയ്യും ശർക്കരയും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴുള്ള ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചമ്പാ പച്ചരി എന്നാണ് നമ്മൾ തിരുവനന്തപുരത്തൊക്കെ പറയുന്നത് കേട്ടോ. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. ആ പേരെന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ചമ്പാ പച്ചരി എന്ന് വെച്ചാൽ നമ്മൾ പൊങ്കാലയ്ക്കൊക്കെ ഇവിടെ പായസം, ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ ഉണ്ടാക്കുന്നത് ഈ അരി വെച്ചിട്ടാണ്. അപ്പം 1 കപ്പ് ചമ്പാപ്പച്ചരി നന്നായിട്ട് കഴുകി കൊണ്ടുവന്ന്, കുതിർക്കാനൊന്നും ഇടണ്ട, കഴുകി കൊണ്ടുവന്നിട്ട് അതിൽ 3 ഗ്ലാസ്, 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. 1:3 റേഷ്യോയിൽ എടുക്കാം. ഇത് എൻ്റെത് കുറച്ച് ചെറിയ കുക്കറാണ്. ഒരു 3 ലിറ്റർ കുക്കറിലെങ്കിലും ഉണ്ടാക്കുന്നതായിരിക്കും സേഫ് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തേക്കൊക്കെ തെറിച്ച് വരും. അപ്പോൾ ഇതെല്ലാം കൂടെ കുക്കറിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 90% വെന്താൽ മതി. ചോറിന് വേവുന്നത് പോലെയൊന്നും അത്രയൊന്നും വേവണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ കുക്കർ ഒരു 3 വിസിലായപ്പോഴത്തേക്കും തന്നെ കറക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാൻ പോവാം. ഒരു 8-10 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഏലക്കായ തോല് കളഞ്ഞാണ് എടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് തുടച്ച മിക്സിയുടെ ജാറിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ എന്താ പറയുക പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കൽക്കണ്ടം ഇട്ടാലും മതി കേട്ടോ. ഏലക്കായ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഏലക്കായ നല്ലതായിട്ട് പൊടിയായിട്ട് ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ട് തേങ്ങാപ്പൂൾ എടുക്കാനായിട്ട് പോവുകയാണ്. തേങ്ങാപ്പൂൾ ഇതുപോലെ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ. 1/4 കപ്പോ 2 ടേബിൾ സ്പൂണോ എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. ഇത് കുറച്ച് കൂടുതലായിരുന്നു എനിക്ക് കേട്ടോ. ഞാൻ ഓരോന്നും 1/4 കപ്പ് വെച്ച് എടുത്തു. പക്ഷേ അത്ര ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. 1/4 കപ്പിൻ്റെയും പകുതി എടുത്താൽ മതിയായിരിക്കും. നട്ട്സും കറുത്ത മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. കറുത്ത മുന്തിരിങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ വെളുത്ത മുന്തിരിങ്ങ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയൊരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ കാസ്റ്റ് ആൻഡ് കടായിലാണ് ഇത് വറുക്കുന്നത്. പെട്ടെന്ന് വറുത്ത് കിട്ടും. ഈ കാസ്റ്റ് ആൻഡ് കടായി നല്ല കടായിയാട്ടോ. ഞാൻ ഇതിലെ പൂരിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. നെയ്യ് തന്നെ ഒഴിക്കണം കേട്ടോ. വേറെ ഒന്നും നെയ്പായസത്തിൽ ഒഴിക്കരുത്. എത്ര ടേബിൾ സ്പൂൺ ഒഴിക്കുമ്പോൾ അത്രയും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂടായ ഉടനെ തേങ്ങാക്കൊത്താണ് ആദ്യം വറുത്തെടുക്കുന്നത്. ഞാൻ ഒന്നിച്ചാണ് എല്ലാം കൂടെ വറുക്കുന്നത് കേട്ടോ. ചിലവർ തേങ്ങാക്കൊത്ത് വറുത്ത് മാറ്റിയതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് വറുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ. പിന്നെ എനിക്കെല്ലാം പെട്ടെന്ന് ജോലികൾ കഴിയണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്നിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്ത് ഒരു ഹാഫ് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും തന്നെ അതൊന്ന് ജസ്റ്റ് കളർ മാറി വരുമല്ലോ. അപ്പോഴേക്കും നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ നട്ട്സും ഇതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതുപോലെ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ആയിട്ട് വെക്കണേ. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ഒരു കളറൊന്ന് മാറി വരുമല്ലോ. അപ്പോഴത്തേക്കും തന്നെ നമ്മൾ മുന്തിരിങ്ങ ഇട്ട് കൊടുത്തു. മുന്തിരിങ്ങ ഇട്ട് കൊടുത്തതിന് അധികം നേരം ഒന്നും ചെയ്യേണ്ട. ബിക്കോസ് ഓൾറെഡി നന്നായിട്ട് ചൂടായിരിക്കുകയാണല്ലോ നമ്മുടെ എണ്ണയും നെയ്യും ചീനച്ചട്ടിയൊക്കെ. അപ്പം പെട്ടെന്ന് തന്നെ അത് വീർത്ത് വരുന്ന ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് കോരി മാറ്റി വെക്കണം കേട്ടോ. കാരണം ആ ബാക്കി വന്ന നെയ്യും കൂടെ നമുക്ക് പായസത്തിലേക്ക് ഒഴിക്കാവുന്നതാണേ. അപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കണം. അപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിന് മുമ്പ് കുക്കർ തുറക്കുന്നതിന് മുമ്പ് ശർക്കരയും കൂടെ റെഡിയാക്കാം കേട്ടോ. ഒരു കപ്പ് അരിക്ക് ഒരു 2-2.25 കപ്പെങ്കിലും ശർക്കര ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. 2.5 ഒരുപാട് മധുരം ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് 2.5 മിനിമം ഇടണം കേട്ടോ. 2.5 കുറച്ചിടരുത്. നെയ്പായസം സ്വാദം ഉണ്ടാവില്ല. 2.25-3 ഇട്ട് നന്നായിരിക്കും 1 കപ്പ് അരിക്ക്. എന്നിട്ട് അതൊന്ന് ഉരുക്കാൻ വെക്കുകയാണേ. ഉരുക്കാനുള്ള വെള്ളം മാത്രമേ ഞാൻ അതിൽ വെച്ചിട്ട് ഒരു അരക്കപ്പ് വെള്ളം കാണുമായിരിക്കും. നന്നായിട്ട് ഉരുക്കിയെടുത്താൽ മതി. ഇത് നന്നായിട്ട് തിള വന്നിട്ട് ഒന്ന് കുറച്ച് വെച്ചാൽ മതി. പത വന്നു കഴിഞ്ഞാൽ ഓഫാക്കാവുന്നതാണ്. അല്ലാതെ 1 നൂൽപ്പരുവോ 2 നൂൽപ്പരുവോ ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി അത് പതഞ്ഞ് പോകും കണ്ടോ. പതഞ്ഞ് പോകുന്നത് ഇൻഡക്ഷൻ കുക്കർ ആയതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പതഞ്ഞ് പൊങ്ങി താഴെ പോകരുതല്ലോ. അപ്പോൾ ഇനി ഇത് ഓഫാക്കി മാറ്റി വെക്കണം. തണുക്കണമെന്ന് നിൽക്കണ്ട കേട്ടോ. ഇതെല്ലാം നമുക്ക് ചൂടോടെ തന്നെയാണല്ലോ പായസത്തിലേക്ക് ഇടാനുള്ളത്. അപ്പം നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം. കുക്കർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും തന്നെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. 90% അരി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പം ഞാൻ സ്റ്റവ് ഒന്നും കത്തിച്ചിട്ടില്ല. ഇതിലേക്ക് നമ്മൾ ആ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുവാണേ. ചൂടോടെ തന്നെ അരിച്ച് ഒഴിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കുക്കറിൽ അരി വേവിക്കാൻ വെച്ചിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ സമയവും ലാഭമുണ്ട്. അരിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ ഇപ്പോഴും സ്റ്റവ് കത്തിച്ചിട്ട് ഇതിൽ കുക്കറിലല്ല വെക്കുന്നത്. സാധാരണ ഞാൻ കുക്കറിൽ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷേ ഇന്നൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉരുളിയിലേക്കാണ് മാറ്റുന്നത്. കണ്ടോ, നല്ല ഒട്ടുരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതെല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കരയും അരിയും കൂടെ ഉള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ഒഴിക്കാം കേട്ടോ.
എണ്ണയൊന്നും നെയ്യൊന്നും കഴിക്കാൻ പ്രയാസമില്ലാത്തവരാണെങ്കിൽ ചെയ്യാവുന്നതാണ്. എന്നിട്ട് അരിയും ശർക്കരയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ഈ ഉരുളികളൊക്കെ പണ്ടുണ്ടായിരുന്ന ഉരുളികളുടെ അത്രയും വെയിറ്റ് ഇല്ല കേട്ടോ. അതിൻ്റെ ഒരു ഹാഫ് വെയിറ്റൊക്കെ ഇപ്പോഴത്തെ ഉരുളികൾക്കുള്ളൂ. പിന്നെ ഇതിലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഉരുളികളുണ്ട്, പക്ഷേ അത് ഷീറ്റാണ്. അത് ഒരിക്കലും കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് ഓർണമെൻ്റൽ പീസസ് ആണ്. അത് പ്രത്യേകം ചോദിച്ച് വേണം വാങ്ങാൻ. ഓർണമെൻ്റലാണോ കുക്കിങ്ങിനുള്ളതാണോ എന്ന് ചോദിച്ചിട്ടേ ഉരുളി വാങ്ങിക്കാവൂ കേട്ടോ. ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തതാണേ. അപ്പോൾ ഞാൻ പറഞ്ഞിപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് വീണ്ടും ഒഴിച്ചിട്ടുണ്ട് ഞാൻ ആകെ മൊത്തം. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ 3, 4, 5 ഒക്കെ ഒഴിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരിയുടെ കളറൊക്കെ മാറി ശർക്കരയൊക്കെ പിടിച്ച് നല്ല ഡാർക്ക് കളറായിട്ട് വരണം. അതുവരെ ഒന്ന് കുറുകണം. പിന്നെ എത്ര കുറുകിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കുറുക്കി എടുത്താൽ മതി. കാരണം അത് ഇരിക്കും തോറും വീണ്ടും വീണ്ടും കട്ടയായിട്ട് വരും നെയ്പായസം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് വറ്റിച്ചെടുക്കരുതേ. കുറച്ചൊരു ലിക്വിഡി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. നന്നായിട്ട് കളറൊക്കെ മാറി കുറുകി വന്നപ്പോൾ ഞാൻ ഏലക്കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ ഓൾറെഡി കുറച്ച് പഞ്ചസാരയും കൂടി ഉണ്ട്. അതും കൂടെ ചേരുമ്പോൾ പായസത്തിന് നല്ല സ്വാദായിരിക്കും. പിന്നെ ശർക്കരയുടെ സ്വാദാണ് കേട്ടോ നമ്മുടെ പായസത്തിനുണ്ടാവുക. കൂടുതൽ നല്ല ശർക്കര ആയിരിക്കണം, നല്ല പായസത്തിൻ്റെ ടേസ്റ്റും വ്യത്യാസമായിരിക്കും. നന്നായിട്ട് കുറുകി വന്നല്ലോ. അപ്പോൾ ഇനി ഞാൻ ആ നട്ട്സും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തുമൊക്കെ വറുത്ത് അവിടെ കുറച്ച് കൂടുതലാണ്, ഞാൻ അത്രയും ഇടുന്നില്ല, ഹാഫ് ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്തെളുപ്പമാണ് നമ്മൾ നെയ്പായസം ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ? ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് നോക്കണം കേട്ടോ. നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണേ. അതായത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അധികം നേരം ഇട്ടിട്ട് കുക്ക് ചെയ്ത് വറ്റിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, 1-2 മണിക്കൂർ അങ്ങനെ അടച്ച് വെച്ചിരുന്നാൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടും. നല്ല കറക്റ്റ് പരുവത്തിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ടേസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൽക്കണ്ടം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കൽക്കണ്ടം കൂടി ഇടുമ്പോൾ ടേസ്റ്റും കൂടും, പിന്നെ ഇടയ്ക്കൊന്ന് കടിക്കാനും കിട്ടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണല്ലോ. അപ്പോൾ കൽക്കണ്ടം കൂടി ഇട്ട് കൊടുത്തു. ഇത് കൽക്കണ്ടം എന്തായാലും ഇടണം കേട്ടോ, അത് പ്രത്യേക സ്വാദ് തന്നെയാണ്. ഇനി ക്രിസ്റ്റൽസ് ആയിട്ട് കിട്ടുന്ന കൽക്കണ്ടം ഇടാതിരിക്കുന്നതാണ് നല്ല. ഇതുപോലെ കല്ല് പോലെയുള്ളത് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ടിട്ടാൽ മതി. ഇത് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് തുറന്ന് നോക്കി കേട്ടോ. നല്ല ഡാർക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഡാർക്ക് ശർക്കര ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നല്ല പായസം നല്ല കളറും കിട്ടും, നല്ല സ്വാദുമായിരിക്കും. നല്ല അടിപൊളി പായസമാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോസൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റ് എന്തായാലും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.